മുജീബ് എന്ന് പറഞ്ഞ അവിടുത്തെ നാട്ടുകാരൻ പറയുന്നത് ഇപ്പോൾ ഈ കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ കൊന്നൊടുക്കുന്ന അവസ്ഥയിലൊക്കെ അവരുടെ ബന്ധുക്കൾക്ക് സമാധാനത്തോടെ അവരുടെ ബന്ധുവിൻ്റെ മൃതദേഹത്തിലേക്ക് നോക്കാൻ പോലും കഴിയാത്ത വണ്ണം അങ്ങേയറ്റം വികൃതമാക്കുന്ന രീതിയിൽ ചതച്ചരച്ച നിലയിലാകും ഈ കാട്ടാന കൊന്നതാവട്ടെ കടുവ പിടിക്കുന്നതാവട്ടെ മൃതദേഹങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സങ്കടകരമായ എന്താണ് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഭിന്നമായ രീതിയിൽ കടിച്ചു പറിച്ച അവസ്ഥയിലാകും ഈ മൃതദേഹങ്ങളൊക്കെ കിട്ടുക. അങ്ങനെ ഒരു വേദന കൂടി, അങ്ങനെ ഒരു അഡീഷണൽ വേദന കൂടി ഈ കാട്ടാന കൊല്ലുന്ന മനുഷ്യരുടെ കാര്യത്തിൽ അവരുടെ ബന്ധുക്കൾക്കുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സമാനമായി വേദനയുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു, നിരന്തരം കേൾക്കുന്നു. ഒരുപക്ഷെ അത് വാർത്ത പോലും അല്ലാതായി മാറുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ആവർത്തനമാകുന്നുണ്ട്. കേരളത്തിൻ്റെ കാടുകളിൽ നിന്ന് അവിടുന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ കൊന്നൊടുക്കുന്ന കാഴ്ച. അഭിജിത്ത് മുഴക്കുന്നൂർ ചേരുന്നു. അഭിജിത്ത്, മുജീബ് പറയുകയായിരുന്നു അദ്ദേഹത്തിന് അത് പറയുമ്പോൾ സങ്കടം ഉണ്ടാകുന്നുണ്ട്. കാര്യം അതിന് ഈ കാപ്പിത്തോട്ടത്തിൽ നിന്നും കടുവ പിടിച്ച് വലിച്ചിഴച്ച് കാടിനകത്തേക്ക് കൊണ്ടിട്ടാണ്. നേരത്തെ വാഗേരിയിലെ പ്രജീഷിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. സമാനമായിരുന്നു അവിടെയും കഴിച്ച പ്രജീഷിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് പകുതി ഭക്ഷിച്ച രീതിയിലാണ്. അഭിജിത്ത്, എന്താണ് അവിടുത്തെ നാട്ടുകാർ ഈ സംഭവത്തെപ്പറ്റി പറയുന്നത്? കടുവ സാന്നിധ്യം അതിന് മുൻപുണ്ടായിട്ട് ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അഭിജിത്ത്. തീർച്ചയായും ആഷ്മി, നേരത്തെ ഈ രീതിയിലുള്ള ഒരു കടുവ ആക്രമണ ഭീതി അല്ലെങ്കിൽ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമൊന്നും അനുഭവപ്പെടാത്ത ഒരു മേഖല കൂടിയാണത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ആശങ്ക അവിടെയുള്ള ആൾക്കാർക്കുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ രാവിലെ അവിടേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ രാധയും ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം അങ്ങനെയുള്ള ഒരു ഭയത്തോടു കൂടി ആയിരിക്കില്ല അവരും തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോയത്. 8 മണിയോടുകൂടി ഭർത്താവ് അവരെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം, ഈ കടുവയുടെ ആക്രമണം ഈ സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്നത്. അവരെ വലിച്ചിഴച്ച് കാട്ടിനകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ മുജീബ് അടക്കമുള്ളവർ, നേരത്തെ നമ്മളോട് സംസാരിച്ച മുജീബ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. എത്ര ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രത്തോളം ആശങ്കയോടുകൂടിയാണ് നിലവിൽ അവിടെ നാട്ടുകാർ നിൽക്കുന്നത്. ഇപ്പോൾ മന്ത്രി OR കേളു ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റ്, അതായത് ഈ കടുവയുടെ ആക്രമണം നടന്ന പ്രിയദർശിനി എസ്റ്റേറ്റ് സമീപത്തേക്ക് മന്ത്രി OR കേളു എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു വന്യജീവി ആക്രമണം മുൻപ് നടന്നിട്ടില്ല. അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു മേഖലയല്ല അത്, പക്ഷേ വനമേഖലയാണ്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. നേരത്തെ സുർജിത്ത് അയ്യപ്പത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയുടെ ഭീതി ഒരു ഭാഗത്ത്, ആനയുടെ ഭീതി, പുലിയുടെ ഭീതി, അങ്ങനെ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത തന്നെയാണ് വയനാട്ടിലുള്ളത്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലെ ഒരു സംഭവമായി ഇപ്പോൾ ഈ സ്ത്രീ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വരുന്നത്. തന്റെ ജോലി സ്ഥലത്തേക്ക് കാപ്പിത്തോട്ടത്തിലേക്ക് എത്തിയതാണ് രാധ എന്ന സ്ത്രീ. അതിനിടയിലാണ് അവർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നതും അവരെ വലിച്ചിഴച്ച് കാട്ടിനകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതെന്ന് അവിടെയുള്ളവർ, നാട്ടുകാർ തന്നെ പറയുന്നു. ഇപ്പോൾ നിലവിൽ നാട്ടുകാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ ആ ഘട്ടത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അഭിജിത്ത്, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കൽ ആണ് പ്രധാനമെന്ന് പറയുമ്പോൾ അതിനുള്ള ഏതെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വാക്കുകളല്ലാതെ കാര്യമായ ഒരു നടപടി നമ്മുടെ മുന്നിൽ ദൃശ്യമല്ല. അഭിജിത്ത്, ഇവിടെ അമരക്കുനിയിൽ നമ്മൾ 1-2 10 ദിവസമാണ് ഈ കടുവ ജനവാസ കേന്ദ്രത്തിൽ തങ്ങിയത്. ആ സമയത്ത് ആ കടുവ മനുഷ്യരൊന്നും പിടിക്കാതിരുന്നത് ആരുടെയോ ഭാഗ്യം എന്നേ പറയാൻ കഴിയൂ. അതിനിടയിൽ ഈ പറഞ്ഞ സർവ്വസന്നാഹങ്ങൾ തേടി നടക്കുമ്പോൾ 5 ആടുകളെ രാക്കാലങ്ങളിൽ ഇറങ്ങി കടുവ പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ കടുവാ സാന്നിധ്യമില്ലാത്ത മേഖലയിൽ സ്വകാര്യ തോട്ടത്തിൽ കാപ്പ് പറിക്കാൻ പോയ ഒരു സ്ത്രീയെ കടിച്ച് കാട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു കടുവ. എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ആ മേഖലയിൽ നിൽക്കുന്നത് അഭിജിത്ത്. ഓരോ നിമിഷവും അത്രയും ഭയാശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു ജനത എന്ന് നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ പറയേണ്ടി വരും. കാരണം അമരക്കുനിയിലെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. എത്ര ദിവസം കാത്തിരുന്നാണ് ആ കടുവയൊന്ന് കൂട്ടിലായത്. അത്രയും ദിവസം തങ്ങളുടെ ജീവന് തങ്ങളെങ്ങനെ പുറത്തിറങ്ങുമെന്ന് ആശങ്കപ്പെട്ട് ജീവിച്ച ഒരു ജനതയായിരുന്നു അമരക്കുനിയിൽ ഉണ്ടായിരുന്നത്. നിരന്തരം ആടുകളെ കടുവയെത്തി പിടികൂടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഈ കടുവ കുടുങ്ങുന്നത്. അങ്ങനെ ആ ഭയാശങ്കകൾ ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് അമരക്കുനിയിൽ ഉണ്ടായതെങ്കിൽ ഇവിടെ ഇപ്പോൾ മാനന്തവാടിയിലേക്ക് വരുമ്പോൾ കടുവ ആക്രമണത്തിൽ സ്ത്രീയുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഈ വിശ്വസിച്ച് തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോവുക, വീടിന് പുറത്തിറങ്ങി നടക്കുക എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു.